ഹൈമാവതി കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ എന്താ വെച്ചാൽ കമൻറ്റിലൂടെ അറിയിച്ചിട്ടുണ്ട് ഈ ചിത്രകീടത്തിൻ്റെ അതിനെന്താ മരുന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഇന്നലെ ഞാൻ വിചാരിച്ചു ഇന്നൊരു വീഡിയോ ആയിട്ട് ഇട്ട് കൊടുക്കാം, കാരണം അവർക്കത് കൃത്യമായിട്ട് കാണാൻ വയ്യല്ലോ. ഈ ചിത്രകൂടം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഒരു കാണാതെ നമുക്ക് കാണാൻ പറ്റാതെ ഒരു ഈച്ചയാണത്. അത് നമുക്ക് ഇങ്ങനെ ഒരു പ്രത്യേകമായിട്ട് കാണാൻ കഴിയില്ല. അതിങ്ങനെ അവിടെ ഇലയിൽ വന്ന് മുട്ടിയിട്ടിട്ടാകുമ്പോൾ ആ കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടാകുമ്പോൾ അതിങ്ങനെ അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ പോകുന്ന വഴിയാണത്. ആ ചപ്പിൻ്റെ ഉള്ളിലേക്കൂടി അങ്ങ് കടന്നു പോകുന്ന ആ ഒരു വഴിയാണ് ആ വരഞ്ഞിട്ടാണ് ചിത്രം പോലെ കാണുന്നത്. അതെന്താ വേണ്ടത് വെച്ചാൽ അത് വരുമ്പം തന്നെ നമ്മളത് മുറിച്ച് കളഞ്ഞാൽ മതി. ആ ഇല അത് മുറിച്ചും കളഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളതിന് വരില്ല, അത് നശിക്കാൻ കഴിയും. ഇല്ലെങ്കിൽ പിന്നെ എന്താ വേണ്ടത് വെച്ചാൽ ഇപ്പോൾ എന്ന് വെച്ചാൽ കൂടുതലൊന്നുമില്ല, കഞ്ഞി വെള്ളം ഒരു ഗ്ലാസ് കഞ്ഞീൻ്റെ വെള്ളം ഇട്ട്, ഇപ്പം ഒരു ഗ്ലാസ് കഞ്ഞീൻ്റെ വെള്ളം ഇട്ട്, പിന്നെ ഒരു ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് 2 ഗ്ലാസ് പച്ചവെള്ളം ഒഴിച്ച് ഒന്ന് അടിച്ചു കൊടുത്താൽ കഞ്ഞിവെള്ളം പുളിപ്പിക്കണേ. കഞ്ഞിവെള്ളം പുളിപ്പിച്ചിട്ട് നേർപ്പിക്കണം. പുളിപ്പിച്ചിട്ടാണ് വേണം നേർപ്പിക്കടിക്കൽ. എന്നിട്ട് അടിച്ചു കൊടുത്താൽ പിന്നെ ഞാനിപ്പോൾ കഞ്ഞീൻ്റെ വെള്ളം എടുത്തിട്ടില്ല അടിച്ചു കൊടുക്കാൻ. കഞ്ഞീൻ്റെ വെള്ളം ഞാനിപ്പോൾ എടുത്ത് കാണിച്ചു തരുന്നത്. ഇപ്പോൾ കഞ്ഞീൻ്റെ വെള്ളം എടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടുക. എന്നിട്ട് അത് നല്ലോണം 2 ഗ്ലാസ് വെള്ളവും ഒഴിക്കുക. കഴിഞ്ഞ് 1 ഗ്ലാസ് ആയിപ്പോൾ ഒഴിച്ച് 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. അത്രയും ഇപ്പോൾ എനിക്ക് ആവശ്യമുള്ളൂ, അതുകൊണ്ടാണ്. കൂടുതൽ മേടിക്കരുത്, നമ്മളിപ്പോൾ കൂടുതൽ എടുക്കണ്ടു. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കണ്ടു. എനിക്ക് അത്രയും തക്കാളി ഇല്ല, ചെറിയ തക്കാളി അതിന് വന്നിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഇലയെല്ലാം മുറിച്ച് കളഞ്ഞ് വൃത്തിയാക്കിനി. പിന്നെ അതുകൊണ്ട് അതിന് അത്ര വരുന്നില്ല. ഇപ്പോൾ ആദ്യം ചെറിയതിന് വരുന്നുണ്ട്, ചെറിയ ഇലക്ക് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അടിച്ചു കൊടുക്കാം. പിന്നെ ഈ ഒരു വീഡിയോ ഇടാൻ വെച്ചിട്ട് ഞാൻ ചോദിച്ചുകൊണ്ട് വീഡിയോ ഇടാൻ ഇതിനിടയ്ക്ക് വന്ന് വെച്ച ഇല വന്ന് ഞാൻ ദേശം മുറിച്ച് കളഞ്ഞ് പ്രൂണിങ് ചെയ്ത് വെച്ചിട്ടാണ് ഉള്ളത്. അത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അത് ഞാൻ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല, ഞാൻ തന്നെ പിന്നെ മുറിച്ച് കളഞ്ഞ് ഇലയെല്ലാം മുറിച്ച് കളഞ്ഞ് പ്രൂണിങ് ചെയ്ത് അത് വെച്ചിട്ടാണ് ഉള്ളത്. ഇതിപ്പോൾ 2 ഗ്ലാസ് കഞ്ഞിവെള്ളവും ഒരു ലേശം കുറച്ച് ഒരു 1/2 ടീസ്പൂണ് പിന്നെ മഞ്ഞൾപ്പൊടിയുടെ. മഞ്ഞൾപ്പൊടി എല്ലാറ്റിനും നല്ലതാണ്, മഞ്ഞൾ. അതുകൊണ്ടാണ് മഞ്ഞൾപ്പൊടി ഇടുന്നത്. ഇതിങ്ങനെ കുലുക്കിയിട്ട് കഞ്ഞിവെള്ളം പുളിപ്പിച്ചതാണേ. ഒരു ഗ്ലാസ്സേ ഞാൻ എടുത്തിട്ടുള്ളൂ, 2 ഗ്ലാസ് കഞ്ഞിയിലേ ഉള്ളൂ. അപ്പോൾ അത് 1 ലിറ്റർ ആവും. വലിയ ഗ്ലാസ്സാണ് ഇത്, വലിയ ഗ്ലാസ്സാണ്. അതിന് കണക്കായിട്ടാണ് ഞാൻ ഒഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. എന്താ ഇത് അരിക്കാനല്ല, ഇതിൻ്റെ അകത്ത് അരിപ്പേന്ന് ഇതിൻ്റെ അകത്ത് പോവില്ല ഈ പേർന്ന്. അതുകൊണ്ടാണ് അരിക്കുന്നത്. കഞ്ഞീൻ്റെ വെള്ളത്തിൽ പൊടിയോ എന്തെങ്കിലും ചോറോ എന്തെങ്കിലും കൊഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ, അതേപോലെ ഈ മഞ്ഞളും അരിച്ചിട്ട് ശരിക്കും അതിൻ്റെ അകത്ത് പൊടി കറലെല്ലാം ഉണ്ടെങ്കിൽ അത് പോവില്ല, ഇത് സ്പ്രേയർ പോവില്ല. അതുകൊണ്ടാണ് ഇതിപ്പോൾ ഞാൻ അരിക്കുന്നത്. ഇതിപ്പം അടിച്ചു കൊടുത്താൽ ഇപ്പം ഇന്നിപ്പോൾ അടിച്ച് നാളെ അടിച്ച് അങ്ങനെ 2-3 ദിവസം അടുപ്പിച്ച് അടിച്ചു കൊടുത്താൽ ഇത് പോയിക്കോളും. ഇനി ഇത് പോരാതെ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനകത്ത് കുറച്ച് വെളുത്തുള്ളി ഉണ്ട്, ഞാനിടുന്നത് കുറച്ച് വെളുത്തുള്ളി ഇട്ടിട്ട് ഒരു 2-3 അല്ലി ഉണ്ടാ ഇത്രേ ഉള്ളൂ. ഇത് ചേർത്തിക്കൊള്ളണം. ഇത് കണ്ടാ ഈ വെളുത്തുള്ളി ചേർത്തിട്ട് ഇത് ചേർക്കുക. 2 അല്ലിയേ ഉള്ളൂ കണ്ടാ. ഇത് ചേർത്തിട്ട് ഇതും കൂടി അതിൻ്റെ അപ്പുറം കൂട്ടിയിട്ട് അരിച്ചിട്ട് എടുക്കാം നമുക്ക്. ഇതിനിപ്പം ഞരടി കൊടുത്താൽ ഇങ്ങനെ ഇതാക്കി ഞാൻ ചേർത്തിട്ട് എടുത്തത്. 2 അല്ലി എടുത്തിട്ടു കേട്ടാ. അത് കൂടി ഇനിയിപ്പോൾ ഇടുക, അതായത് അതിൻ്റെ മണം കൊണ്ട് അതങ്ങ് പോയിക്കോളും. പിന്നെ ഇത് അടിച്ചു കൊടുത്തേ. ഇത് ഞാൻ അരിക്കട്ടെ ഒന്നും കൂടി. അതിൻ്റെ അകത്ത് അതിൻ്റെ ഉള്ളി എന്തെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ ഇത് വെച്ച് കൊടുത്തിട്ട് അടിച്ചു കൊടുത്താൽ വേഗം 2 ദിവസം കൊണ്ട് പോയിക്കോളും. ചിത്രകീടൊന്നും ഇല്ലാണ്ടാവും. പിന്നെ എന്താ വെച്ചാൽ കുറച്ചേ 1 ഇല 2 ഇല ഇല്ല, താഴോട്ടുള്ള അലിയെല്ലാം മുറിച്ച് കളഞ്ഞ് അതുള്ളത് അതിലെ കൂടെ അങ്ങ് മുറിച്ച് കളഞ്ഞാൽ മതി. അന്നേരം ആ പൂവെല്ലാം അങ്ങ് നശിച്ചോളൂ, പിന്നെ അത് വരില്ല. അതിന് ഇത് കഞ്ഞീൻ്റെ വെള്ളം അടിച്ചു കൊടുക്കുക. ഇല്ലെന്ന് വേണ്ട വെച്ചാൽ വേപ്പെണ്ണ മിശ്രിതം എടുക്കുക കുറച്ച്. പിന്നെ കുറച്ച് ഇത് കൊടുക്കുക, പിന്നെ ഈ സോപ്പിൻ്റെ ലിക്വിഡോ അല്ലെങ്കിൽ ഇതിൻ്റെ ഹാൻഡ് വാഷോ അങ്ങനെയുള്ള ലിക്വിഡ് എന്തെങ്കിലും എടുത്തിട്ട് ആ ലിക്വിഡ് എടുക്കുക. ആ ലിക്വിഡ് എടുത്തിട്ട് അതിൻ്റെ അപ്പുറം കുറച്ച് വെളുത്തുള്ളിയും കൂടി ചേർക്കിയിട്ട് അതും കൂടി ഇട്ടിട്ട് കുറച്ച് മതി. കുറച്ച് ലിക്വിഡും കുറച്ചേ കൊണ്ടു. ഒരു 10 മില്ലി വേപ്പെണ്ണ മിശ്രിതം എടുക്കുക. 1 ലിറ്ററിന് ഇതേപോലത്തെ 1 ലിറ്ററിൻ്റെ പാത്രത്തിൽ ഒരു 10 മില്ലി വേപ്പെണ്ണ മിശ്രിതം എടുക്കുക. ഒരു 2 അല്ലി ചേർക്കിയിട്ടുള്ള ആ ഇത് എടുക്കുക. പിന്നെ വെളുത്തുള്ളി എടുക്കുക.
പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്ത് ഇങ്ങനെ അരിച്ചിട്ട് കഞ്ഞിവെള്ളം ഇതിനകത്ത് ഒഴിച്ചിട്ട് അടിച്ചു കൊടുക്കുക. അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നല്ല അത് അങ്ങനെ തന്നെ പോയിക്കോളും. പിന്നെ അത്ര നമുക്ക് വേണ്ടുന്ന അത്രേ കലക്കേണ്ടത്, അത്രേ വേണ്ടത്. ഒരു 10 ml എടുക്കണ്ടു പിന്നെ ഈ ഒരു ലിറ്ററിന്. പിന്നെ ഞാൻ ഇന്നലെ ഒരു മരുന്നടിച്ചതിന് പറയുമ്പം മില്ലിന്ന് വരേണ്ടത് ഗ്രാം എന്നായിപ്പോയി. ഞാൻ എല്ലാവരും ക്ഷമിക്കണം. പിന്നെ ഇതിൻ്റെ ഇതിന് വേണ്ടിയിട്ട് മരുന്നടിച്ചതിന് ഞാൻ പറഞ്ഞുതരും. എല്ലാവർക്കും ഒരു എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ എടുത്തു നോക്കുമ്പോൾ ML എന്നുള്ളതായിപ്പോയിനി. അത് പിന്നെ ഗ്രാം എന്ന് ഞാൻ പറഞ്ഞു പോയി. അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കണം. എനിക്ക് ഓർമ്മ കിട്ടായിട്ടാണ്. അത് മില്ലിന്ന് പറയേണ്ടത് ഇതായിപ്പോയിട്ടാണ്. അതുകൊണ്ട് പിന്നെ വേപ്പെണ്ണയും ഇതുപോലെ കൂടി അടിച്ചിട്ടില്ല. മിഞ്ഞാന്ന് ഞാൻ ഇതിനടിച്ചു കൊടുത്തിന്. വിനാഗിരി, വേപ്പെണ്ണയും പിന്നെ വേപ്പെണ്ണയല്ല എണ്ണയും ലിക്വിഡും അതും കൂടി അടിച്ചു കൊടുത്ത് ആ മരുന്ന് അടിച്ചു കൊടുത്തതിന് പിന്നെ ഞാനത് പറഞ്ഞത് ML അല്ല, മില്ലിന്ന് പറയേണ്ടത് ഞാനത് പിന്നെ ഗ്രാം എന്നാണ് പറഞ്ഞു. പിന്നെ 50 ഗ്രാം എന്നാണ് പറഞ്ഞത്. 50 ഗ്രാമിൽ കുറഞ്ഞാലും സാരമില്ല, ഒരു 20 ഗ്രാം എടുത്താലും മതി ഒരു ലിറ്ററിന്. എന്നുവെച്ചാൽ കുറച്ച് കടുപ്പം കൂടിയാൽ വാട്ടം വരും. ഞാൻ അടിച്ചു മിഞ്ഞാന്ന്. അതുകൊണ്ടാണ് പറഞ്ഞത്. എൻ്റെ പിറ്റേന്ന് തന്നെ അതിൻ്റെ ഞാൻ അടിച്ചു കൊടുത്ത് എൻ്റെ പോയി. ഇപ്പോൾ അതിന് പോയിനി ചെറിയൊരു ഇതുണ്ട്. എന്നാൽ പിന്നെ നമുക്കൊന്ന് വീഡിയോയിൽ പോയിട്ട് ഒന്ന് ഇത് അടിച്ചു കൊടുത്തുപോലെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ചിത്രകൂടത്തിൻ്റെ അതിൻ്റെ തക്കാളിമേൽ ഉള്ളത് ചപ്പ് ഞാൻ പറിച്ചിട്ട് കാണിച്ചു തരാം. എനിക്ക് താഴോട്ടാന്ന് ഇത് പിടിച്ച് കാണിക്കാനാവില്ല. അതുകൊണ്ട് മേലിങ്ങ് എടുത്തുകൊണ്ടേ കഴിയില്ല. അതുകൊണ്ടാണ് ഞാനിത് എടുത്തിട്ട് കൊണ്ടുവരണ്ടേ. അതുകൊണ്ടാണ് ഞാനിതിപ്പം നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇതിപ്പോൾ ഈ തക്കാളിയായത് ഇത് ഞാൻ പ്രൂണിങ് ചെയ്ത് വെച്ചതാണ്. ഇത് കണ്ട, ഇതെല്ലാം പ്രൂണിങ് ചെയ്ത് വെച്ചത്. ഇതിനെല്ലാം ചിത്രകൂടം ഉണ്ടായിരുന്നു, ചിത്രകീടം. അത് ഞാനതെല്ലാം പറിച്ച് കളഞ്ഞ് ഇപ്പോൾ ആ ചെറിയ ഒന്നിന് ഇതിന് കാണുന്നുണ്ട് ചെറുങ്ങനെ. ഇത് കണ്ട ഇത് ചിത്രകീടാണ്. ഇത് കണ്ട ഇതാ ചിത്രകീട. ഇത് കണ്ട ആ പോയ പോക്ക് കണ്ട. ആ കുഞ്ഞുങ്ങളിങ്ങനെ പോയതായത് മുട്ടിയിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് കാണൂല. ഇതിനകത്തൊന്നും അണുക്കളിയൊന്നും കാണുന്നില്ല. വര മാത്രം കണ്ട, ചിത്രം പോലെ വരച്ചിട്ട് അത് മുട്ടിയിട്ടിട്ട് വിരിഞ്ഞിട്ടാകുമ്പോൾ ആ കുഞ്ഞുങ്ങൾ കിഞ്ഞ് പോകുന്നതാണ്. അത് ഇതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പം നമുക്ക് കാണിച്ചു തരാമെന്നിരിക്കുന്നത്. ഇതിപ്പോൾ കണ്ടില്ലേ, ഇത് കണ്ട. ഇതെല്ലാം ഞാൻ പ്രൂണിങ് ചെയ്ത് വെച്ചതാണ്. ഓക്കെ, അതിൻ്റെ മേലെ ഞാൻ അടിച്ച് കാണിച്ചു തരാം. ഇത് ഞാൻ അടിക്കണമെന്ന് 2-3 ദിവസമായി വിചാരിക്കുന്നേ. പിന്നെ അതെല്ലാം പറിച്ച് കളഞ്ഞതുകൊണ്ട് അത്ര കുഴപ്പമില്ല. ഇതിങ്ങനെ അടിച്ചു കൊടുത്താൽ മതി. അതേ പുറേ ഇങ്ങനെ നല്ല വൃത്തിയിൽ. ഇത് കഞ്ഞിയുടെ ഇടയ്ക്കിടയ്ക്ക് അടിച്ചു കൊടുത്താൽ മതി. എന്നാൽ ഈ ചിത്രകീടം ഉണ്ടാവില്ല. ഏകദേശം കുറച്ച് ഇത് മേടിക്കൊരു 2 കല്ലി ഇഞ്ചിയും 2 കല്ലി പിന്നെ വെളുത്തുള്ളിയും കൂട്ടി കുറച്ച് മഞ്ഞൾ കുറച്ചേ വേണ്ടു ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നല്ല കണ്ടീഷനായിട്ട് വരും. 2 ദിവസം കൊണ്ട് വരും. വേണ്ട, ഇതെല്ലാം അന്നേരം ഈ ഇല തേച്ച് ഊറ്റി കുടിക്കും. ഇതിൻ്റെ നീരൂറ്റി കുടിക്കുന്നതുകൊണ്ടാണ് ഈ ആ പുഴു വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ നീരൂറ്റി കുടിക്കും. നീരൂറ്റി കുടിച്ചാൽ ഇതിൻ്റെ വളർച്ച കുറയും. നമ്മൾ ഇലയങ്ങ് പോയാൽ പിന്നെ ഇതിനുള്ള ആഹാരം കിട്ടൂലല്ലോ. ഇലയെന്നല്ലേ ആഹാരം വെച്ചെടുക്കുന്നത്. അതുകൊണ്ടാണ് ഇതിങ്ങനെ ശരി. ഇത് ഞാൻ ചെയ്യേണ്ടത് വേറെ. എന്നോട് ഇന്നലെ ഒരാൾ കമൻറ്റിൽ ചോദിച്ചിനി എന്നാണ് പിന്നെ ഇങ്ങനെയാണ് ഈ ചിത്രകീടത്തിന് എന്നാണ് വേണ്ടത് എന്ന് ചോദിച്ചു. ഞാൻ പിന്നെ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവില്ല. ഇത് കാണിച്ചു കൊടുത്താൽ മനസ്സിലാവുമല്ലോ. അതുകൊണ്ടാണ് ഒരു സമയം പറയുമ്പോൾ ഒന്ന് തെറ്റിപ്പോയെങ്കിലും ബുദ്ധിമുട്ടല്ലേ. എനിക്ക് ഈ പ്രായമായത് മാത്രമല്ല, എനിക്കൊന്നും പറയുമ്പോൾ ചില സമയത്ത് ഓർമ്മ കിട്ടുന്നില്ല. പറഞ്ഞത് തന്നെ പറഞ്ഞു പോകുന്നു. അങ്ങനെയുള്ള ബുദ്ധിമുട്ടെല്ലാം ഉണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ക്ഷമിക്കുക. ഞാൻ എന്നോട് അങ്ങനെ ആകുന്നതിന് നിങ്ങൾ ക്ഷമിക്കണം. ഞാൻ അറിഞ്ഞും കൊണ്ടൊന്നും ചെയ്യുന്നതല്ല. ചില സമയത്ത് ഓർമ്മയില്ലാതെ അങ്ങനെ ആയി പോകുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. ഞാൻ അഥവാ അറിയാണ്ടെങ്കിലും തെറ്റ് വന്ന് പോയിട്ടുണ്ടെങ്കിൽ അത് എന്നോട് ചൂണ്ടി കാണിക്കുക. ഇന്ന പോലെ തെറ്റാണ് എന്ന് പറയാം. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇത് അല്ലേ, ഇത് വേണ്ട, ഇത് വേണ്ട, ഇതിനെല്ലാം ഇങ്ങനെ ഇതെല്ലാം ഇങ്ങനെ അടിച്ചു കൊടുക്കണം. ഇതെല്ലാം ഞാൻ പ്രൂണിങ് ചെയ്ത് വെച്ചാണ്. അതിൻ്റെ ഇലയെല്ലാം പറിച്ച് കളഞ്ഞു. ഇലയിലെല്ലാം ചിത്രകൂടം ഉണ്ടായി. തിരി വരുന്നുണ്ട്. കണ്ട വന്നുപിടി.
ഇതിൻ്റെ തിരി വന്നിടുങ്ങി. ഇതുണ്ട്. ഇതിപ്പം ഇതെല്ലാം ഇവിടെ വെച്ചതാണ്. കുറച്ച് കഴിഞ്ഞ് വെയിലത്തേക്ക് മാറ്റണം. തൽക്കാലം ഞാൻ ഇവിടെ വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. കണ്ട ഇതുണ്ട. ഇതെന്ന് വെച്ചാൽ ഇത് കരിയിലയിൽ നട്ടതാണ്. ഈ 2 എണ്ണം, ഈ 3 എണ്ണം ഇത് കരിയിലയിൽ നട്ടതാണ്. അത് ഞാൻ പ്രൂണിങ് ചെയ്തിട്ടാണ്. പ്രൂണിങ് ചെയ്ത് ഇനിയിപ്പം തേർത്ത് തുടങ്ങി ഈ കരിയിലയിൽ നട്ടത്. ഇതിപ്പം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേത് വേപ്പെണ്ണ മിശ്രിതവും പിന്നെ കുറച്ച് സോപ്പിൻ്റെ കുറച്ചേ വേണ്ടൂ. അതൊരു അളവിന് പറയാനൊന്നുമില്ല. ഒരു 4 5 തുള്ളി ഇട്ടിച്ചാൽ മതി. പിന്നെ ഒരു 10 മില്ലി പിന്നെ വേപ്പെണ്ണ മിശ്രിതം, ഒരു 5 തുള്ളി മറ്റേ ലിക്വിഡും. ഏത് ലിക്വിഡായാലും മതി. പാത്രം പഠിക്കുന്ന ലിക്വിഡായാലും മതി, അല്ലെങ്കിൽ പിന്നെ ഇതാക്കിയ ലിക്വിഡായാലും മതി, സോപ്പിൻ്റെ ലിക്വിഡായാലും മതി, എങ്ങനെയായാലും ശരി, അത് മതിയാവും. അതുകൊണ്ട് നിങ്ങളിപ്പോൾ പിന്നെ ഇത് ചെയ്ത് നോക്കുക. ചെയ്ത് 2-3 ദിവസം അടുപ്പിച്ച് ചെയ്യുക. എന്നിട്ട് പോയിട്ടില്ലെങ്കിൽ ആ ഇല ഇല വീടില്ല മുറിച്ച് കളയുക. ഇല ആ ചിത്രകൂടം പോലെ ഉള്ള അത് മുറിച്ചിട്ട് ആദ്യം കളയുക. അതിൻ്റെ കണക്കായിട്ട് വരുന്നത്. എന്നാൽ അതിൻ്റെ മേലെ കൂടെ അതങ്ങ് പോയിക്കോളും. പിന്നെ അതിൻ്റെ മേലെ ഇത് അടിച്ചു കൊടുത്താൽ സുഖമായിട്ട് പോവും. ഇനിയിപ്പോൾ എനിക്ക് ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത് ഞാൻ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും പിന്നെ ഇത് ആവശ്യമുള്ളവട്ടെല്ലാം പരീക്ഷിച്ച് നോക്കുക. എനിക്ക് കഴിയും പോലെ ഞാൻ ആയി തരുന്നുണ്ട്. എന്തെങ്കിലും പറഞ്ഞതിൽ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഞാനത് തിരുത്തും. നിങ്ങളത് പറഞ്ഞാൽ മതി, ഞാൻ എന്താണെന്ന് പറഞ്ഞോളും. അതുകൊണ്ട് ഇതിപ്പം പിന്നെ ഇത് അടിച്ചു നോക്കി നല്ല ഉപകാരപ്രദമായിരിക്കും. ഇത് പിന്നെ ചിത്രകീടം അങ്ങ് പോയിക്കോളും. ഇനി ഇത് പോരെങ്കിൽ മറ്റേതും പ്രയോഗിച്ച് നോക്കാം. കഞ്ഞീൻ്റെ വെള്ളവും മഞ്ഞൾ കൂടുതലും മറ്റേതും ഈ പിന്നെ ലിക്വിഡും പിന്നെ വേപ്പെണ്ണ മിശ്രിതവും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടോ, കുറച്ച് 2 അല്ലി വെളുത്തുള്ളി കൂടി ഇട്ട് അരിച്ചിട്ട് അടിച്ചു കൊടുത്തേ. എന്നാൽ പിന്നെ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എല്ലാവരും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എല്ലാവർക്കും പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. സപ്പോർട്ട് എപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ടും എനിക്ക് വേണം. എന്നാലും മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ. ഞാനിപ്പം പിന്നെ നിങ്ങളെ കാരുണ്യം കൊണ്ടാണ് ഞാൻ ഇന്നിപ്പം ഈ നിലയിലെത്തിയതും. ഇന്നും നിങ്ങൾ എൻ്റെ കൂടെ വേണം. പിന്നെ ഞാൻ പിന്നെ നിങ്ങളോട് ഇപ്പം പറയാൻ എനിക്ക് നിങ്ങളോടുള്ള കടപ്പാടൊന്നും എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടിയിട്ട് എല്ലാം എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നിട്ട് ക്ഷമിക്കുക, പൊറുക്കുക. നിങ്ങളോട് എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഹൃദയത്തിൽ അതിരത്തിയ സന്തോഷമുണ്ട്. നിങ്ങളെ വിചാരിക്കുമ്പോൾ എൻ്റെ സങ്കടവും എൻ്റെ ദുഃഖവും എല്ലാം പങ്കുവെക്കാൻ എനിക്കിപ്പോൾ ഒരാൾക്കാരുണ്ട്. അതുകൊണ്ട് എനിക്കത് വലിയൊരു സന്തോഷം തന്നെയാണ്. അതുകൊണ്ട് എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ എല്ലാവർക്കും വേണ്ടി ഞാനും പ്രാർത്ഥിക്കും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും നാളെ ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.